ഹലോ ഹായ് നമുക്ക് ഇന്നൊരു പ്രഥമൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ പ്രഥമൻ ഉണ്ടാക്കാൻ പെട്ടെന്ന് കഴിയുന്ന എളുപ്പത്തിലുള്ളൊരു പ്രഥമനാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രഥമനാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചിരകി എടുക്കുകയാണേ. ഒരു 4 തേങ്ങ ഞാൻ ചിരകി എടുക്കുന്നുണ്ട്. അതുപോലെ പ്രഥമന് വേണ്ട പരിപ്പ്, ചെറുപയർ പരിപ്പ് ഞാനിതാ അടുപ്പത്ത് ചെറുതായിട്ടൊന്ന് ഒരു ഒരു കളർ വറക്കാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുപയർ പരിപ്പ് ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ചധികം ചെറുപയർ പരിപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 2 തവണയായിട്ടാണ് പരിപ്പ് വറുത്തെടുത്തത്. ഇനി നമുക്ക് ഈ വറുത്തെടുത്ത പരിപ്പ് നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. നമുക്ക് കുക്കറിൽ വേവിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെന്ത് കിട്ടും. അല്ലാണ്ട് നമ്മൾ അടുപ്പിൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം പിടിക്കും. കുക്കറിലാവുമ്പോൾ നമുക്കത് ഒരു 6 7 വിസിലൊക്കെ വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്നത് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ പരിപ്പ് അത്യാവശ്യം വെള്ളത്തിൽ പരിപ്പിനേക്കാൾ കുറച്ചധികം വെള്ളത്തിൽ വേവിച്ചെടുക്കുക. ഇനി തേങ്ങാപ്പാലിൽ വേവിക്കുന്നവരും ഉണ്ട്. അങ്ങനെ തേങ്ങാപ്പാലിൽ വേവിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ പരിപ്പ് വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ചിരകി വെച്ച തേങ്ങ നമുക്ക് ഒന്ന് പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്, ഇങ്ങനെ 3 പാല് നമ്മൾ ഈ തേങ്ങയിൽ നിന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ 1-ാം പാല് നന്നായിട്ട് വെള്ളമൊന്നും നമ്മൾ തേങ്ങയിൽ ചിരകി വെച്ച തേങ്ങ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് പിഴിഞ്ഞ് 1-ാം പാല് എടുക്കണം. അങ്ങനെ 1-ാം പാല് എടുത്ത് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അപ്പോഴേക്കും നമ്മൾ അടുപ്പത്ത് വെച്ച കുക്കറിൽ വിസിൽ വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് വെല്ലം നമ്മൾ ഒരുക്കുന്ന സമയത്ത് നമ്മൾ അത് വെല്ലം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസോളം വെള്ളം അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് അടുപ്പത്ത് വെച്ച് ഉരുക്കിയെടുക്കാം. അത് പതുക്കനെ അവിടെ നിന്ന് ഉരുകട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാൽ, 2-ാം പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് തേങ്ങ. അങ്ങനെ വെള്ളം ചേർത്ത് അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അടിച്ചെടുത്ത തേങ്ങയാണ് ഇതിപ്പോൾ. അതിൽ നിന്ന് ഇനി നമ്മൾ നല്ലതായിട്ട് പിഴിഞ്ഞെടുത്ത് 2-ാം പാൽ എടുക്കണം. അങ്ങനെ 2-ാം പാൽ എടുത്ത് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് 2-ാം പാൽ. നമ്മളങ്ങനെ 1-ാം പാൽ നേരത്തെ എടുത്തു വെച്ചു, 2-ാം പാലും എടുത്തു വെച്ചു. ഇനി നമ്മൾ നേരത്തെ ഉരുക്കാൻ വെച്ച വെല്ലം ഇതാ ഏകദേശം ഒന്ന് പതുക്കെ ഉരുകി വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. അതുകൊണ്ട് പതുക്കനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതവിടെ നിന്ന് ഉരുകി വരട്ടെ. ഇനി നമുക്ക് 3-ാം പാലിന് തേങ്ങ ഒന്നുകൂടി മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ വെള്ളം ചേർത്തിട്ടാണ് അടിച്ചെടുത്തത്. 3-ാം പാലിൽ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തേങ്ങയും നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് 3-ാം പാലിലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് 3-ാം പാൽ. ഇനി നമുക്ക് നേരത്തെ നമ്മൾ അടുപ്പത്ത് വെച്ച് ഉരുക്കാൻ വെച്ച വെല്ലം ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കെന്താ, കുറച്ച് ഏലക്കായ്, അല്പം പഞ്ചസാരയും എടുത്ത് പൊടിച്ച് വെക്കണം. അതും നമുക്ക് ഈ പായസത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിത്തിരി ഏലക്കായ്, ഒരു 10 എണ്ണത്തോളം ഏലക്കായ്, ഒരു 2 സ്പൂൺ പഞ്ചസാരയിൽ നമുക്ക് പൊടിച്ച് വെക്കാം. ഇനി നമ്മൾ നേരത്തെ വെന്ത് വന്ന പരിപ്പിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച 3-ാം പാല് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഞാനിത് കുക്കറിൽ നിന്ന് മാറ്റുന്നുണ്ട്. 1-ാം പാലും 2-ാം പാലും 3-ാം പാലും ഒക്കെ കൂടെ ഈ കുക്കറിൽ കൊള്ളാത്തത് കൊണ്ട് ഞാനത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ 3-ാം പാല് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഏലക്കായാണ്, അതൊന്നും ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. ഇനി നമ്മൾ 3-ാം പാല് ചേർത്ത് ഇളക്കിയ പായസത്തിലേക്ക് നമ്മൾ മധുരത്തിനായിട്ട് വെല്ലം, നേരത്തെ ഉരുക്കി വെച്ച വെല്ലം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കത് അടുപ്പത്തേക്ക് മാറ്റാം. അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തിള വരുന്നത് വരെ കൈയെടുക്കാതെ ഇളക്കി
കൊടുക്കുക. ദേ നമ്മൾ പായസം തിളച്ച് വരുന്നുണ്ട്. ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച രണ്ടാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ആ പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിനിടയ്ക്ക് നമ്മൾ കുറച്ച് നെയ്യ്, ആവശ്യത്തിന് നെയ്യ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്ര ചേർക്കണോ, നമുക്ക് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ ഇഷ്ടമനുസരിച്ച് നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം ഉപ്പും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തിള വരുമ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഏലക്കായി ഒന്നാം പാലിലേക്ക് ചേർത്ത് നമ്മളത് ഒന്നാം പാലും കൂടെ ആ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി തീ ഓഫ് ചെയ്യുക. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പായസം തിളയ്ക്കാൻ പാടില്ല. ഇനി നമുക്ക് പായസത്തിലേക്ക് വേണ്ട വറവാണ് വേണ്ടത്. അപ്പോൾ ഒരു ചീൻചട്ടിയിൽ നമ്മൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ നെയ്യിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച കൊട്ടത്തേങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്. ആ കൊട്ടത്തേങ്ങ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് കൊട്ടത്തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് ഇത് പായസത്തിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി. അടിപൊളി പായസമാണ്. നമുക്ക് ഒന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇലയിലാണ് ടേസ്റ്റ് ചെയ്യുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ, ബൈ ബൈ.